ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിലൂടെ രാജ്യത്തെ ആഭ്യന്തര ഉത്പാദന നിരക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. വൈക്കം സത്യാഗ്രഹം ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പ്രചോദനം പകരുന്നതാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ചൂഷണങ്ങൾക്ക് കുട്ടികൾ വിധേയമാകുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്ന് മന്ത്രി എം.പി. രാജേഷ്. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. കാനനപാത വഴി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ്. വാർത്തകൾ വിശദമായി. നേപ്പാൾ സേനയുടെ സൈനിക മേധാവി സുപ്രബൽ ജനസേവ ശ്രീ ജനറൽ അശോക് രാജ് സിഡ്ഗലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ത്യൻ സേനയുടെ ഓണററി ജനറൽ പദവി സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടന്നത്. ജൽജീവൻ മിഷൻ സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുദ്ധജലം വീട്ടുവാതിൽക്കൽ എത്തിയതോടെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് നൈപുണ്യ വികസനത്തിലും സ്വാശ്രയത്വത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം തുടർച്ചയായി രാജ്യസഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് സഭാ നേതാവ് ജെ പി നഡ്ഡ. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സഭ തുടങ്ങുന്നതിന് മുമ്പ് പാർലമെന്റ് സമുച്ചയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരെയുള്ള കൈക്കൂലി ആരോപണം സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജ്യത്തെ ആഭ്യന്തര ഉത്പാദന നിരക്ക് 1 മുതൽ 1.5% വരെ ഉയർത്താൻ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പെന്ന ആശയം നടപ്പാക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ കോവിന്ദ് പറഞ്ഞു. കാൺപൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കഴിയുമെന്നും രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പ്രചോദനം പകർന്ന സത്യാഗ്രഹമാണ് വൈക്കത്ത് നടന്നതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു. போராட்டத்தினுடைய 100ஆண்டு விழா கொண்டாட்ட அறிவிப்புகள்ல பேரறிஞர் அண்ணா சொன்னதை போல இது நம்முடைய வெற்றியின் சின்னம். இனி அடைய இருக்கக்கூடிய வெற்றிகளுக்கு வழிகாட்டுகிற சின்னம். தந்தை பெரியார் அவர்கள் ஏப்ரல் 13ஆம் நாள் இங்க வந்தார். ஏதோ ஒரு நாள் வந்துட்டு அந்த அடையாள போராட்டமாக நடத்திட்டு பெரியார் திரும்பி போயிடல. கிட்டத்தட்ட 5 மாத காலம் இங்கேயே தங்கி போராட்டத்தை நடத்தினார். திரு ராமசாமி நாயக்கர் சிறந்த சுதந்திர போராட்ட வீரர். நம்ம சிந்தனையிலும் செயலிலும் காந்தியத்தை கொண்டிருந்தாலும் சமூக மாற்றமே இந்தியாவுக்கு முதன்மையானது உறுதியா நம்புறவர்னு 1928ஆம் ஆண்டு பாராட்டியவர் புரட்சியாளர் அம்பேத்கர் அவர்கள். വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും ശ്രീ എം.കെ. സ്റ്റാലിൻ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രത്യയശാസ്ത്രങ്ങളും നിയമവും ധർമ്മവും കാലത്തിനനുസൃതമായി നവീകരിക്കപ്പെടണമെന്ന കാഴ്ചപ്പാടായിരുന്നു പെരിയാറിനുണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭിന്നശേഷി വ്യക്തികളുടെ ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 22ാമത് ദിവ്യ കലാമേള ഇന്നു മുതൽ ന്യൂഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിൽ നടക്കും. ഇന്ത്യയിലുടനീളമുള്ള ദിവ്യാംഗ കരകൌശല വിദഗ്ധർ, സംരംഭകർ, കലാകാരന്മാർ എന്നിവരുടെ കഴിവുകൾ പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 22 വരെയാണ് പരിപാടി. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ട്. എന്നാൽ രോഗം കുട്ടികളിലേക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ്. മലപ്പുറം ജില്ലയിൽ ഈ വർഷം 13,643 പേർക്കും കണ്ണൂർ ജില്ലയിൽ 12,800 പേർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ സച്ചിൻ കെ.സി ആകാശവാണി വാർത്തകളോട്. ഈ രോഗം പകരുന്നത് അസുഖമുള്ള ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണങ്ങൾ വഴിയാണ് പകരുന്നത്. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് മുണ്ടുനീരിന് പൊതുവെ നൽകി വരുന്നത്. ഇത് പടരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ ഒരു രോഗിക്ക് രോഗം ഉണ്ടാകുന്നതിന്റെ 7 ദിവസം മുന്നേ മുതൽ 5 ദിവസം കഴിഞ്ഞ് വരെയും രോഗം പകരും. അപ്പോൾ ആ ഒരു കാലയളവിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവർ അവർ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ കഴിയണം. ഈ കാലയളവിൽ മുഴുവനായിട്ടും തന്നെ മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയും വേണം. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ കർണാടകയിലെ 9 സ്ഥാപനങ്ങളിലായി പുരോഗമിക്കുന്നു. 36 മണിക്കൂർ സോഫ്റ്റ്വെയർ എഡിഷനും 5 ദിവസത്തെ ഹാർഡ്വെയർ എഡിഷനും അടങ്ങിയതാണ് ഹാക്കത്തോൺ.
സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ തടസ്സപ്പെട്ടു. ഇതോടെ ഉപയോക്താക്കൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസഞ്ചർ, വാട്സ്ആപ്പ് അക്കൌണ്ടുകളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സാങ്കേതിക തകരാർ നേരിട്ടതായി മെറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും അറിയിച്ചു. കുടുംബങ്ങൾക്കകത്തും സമൂഹത്തിലും കുട്ടികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ബാലാവകാശ സാക്ഷരത അനിവാര്യമെന്ന് മന്ത്രി എം പി രാജേഷ്. ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ചൂഷണങ്ങൾക്ക് കുട്ടികൾ വിധേയമാകുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ബാലസൌഹൃദ രക്ഷാകർതൃത്വം ഏകദിന പരിശീലനത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വിരുദ്ധമായ അടിച്ചമർത്തലുകളുടെ ഇരകളായി കുട്ടികളെ മാറ്റാൻ പാടില്ലെന്നും കുട്ടികളെ വളർത്തുകയല്ല വളരാനുള്ള സാഹചര്യമാണ് മാതാപിതാക്കൾ ഒരുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ആഗോള ആയുർവേദ കോൺഗ്രസും ആയുർവേദ എക്സ്പോയും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഇന്ന് ആരംഭിക്കും. ആയുർവേദ മേഖലയിലെ ഗവേഷണം, വികസനം, മുന്നേറ്റങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ ഹെൽത്ത്, ആയുർവേദ സമീപനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാലസ്തീൻ ജനതയെ സഹായിക്കുന്നതിനായി $4.1 ബില്യൺ ധനസഹായം അഭ്യർത്ഥിച്ച് ഐക്യരാഷ്ട്രസഭ. ഇതിൽ ഏകദേശം 90% രൂപയും ഗാസയിലെ മാനുഷിക സഹായത്തിനാണെന്ന് UN ഓഫീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാനനപാത വഴി ശബരിമലയ്ക്കെത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനംവകുപ്പ്. സത്രം പുല്ലുമേട് വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും മുക്കുഴി വഴി രാവിലെ 7 മുതൽ 3 വരെയും മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. നടത്തം ലാഭിക്കുന്നതിനായി വനത്തിലൂടെ കുറുക്കുവഴികൾ കയറാതിരിക്കുക. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി തീർത്ഥാടനകാലം ആരംഭിച്ചതു മുതൽ തന്നെ സന്നിധാനത്തും അനുബന്ധ പ്രദേശങ്ങളിലും സ്നേക് ഗാർഡ്, ഇക്കോ ഗാർഡ്, എലിഫന്റ് ഗാർഡ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് പുല്ലുമേട് വഴി പോകുന്നവർക്ക് രാവിലെ 8 മുതൽ 11 വരെയേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ഷബാന ആസ്മി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നാളെ മുതൽ 20 വരെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കും. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഇന്ത്യൻ സംവിധായിക പായൽ കബാഡിയയ്ക്ക് സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരവർപ്പിച്ച് ഇന്ന് സ്മൃതി ദീപ പ്രയാണം സംഘടിപ്പിക്കും. രാവിലെ നെയ്യാറ്റിക്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന സ്മൃതി ദീപ പ്രയാണം വൈകിട്ട് മാനവീയം വീഥിയിൽ എത്തിച്ചേരും. സിംഗപ്പൂരിൽ നടക്കുന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 14ാമത്തെയും അവസാനത്തെ മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലെയറിനെ ഇന്ന് നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഈ ഗെയിമിൽ വിജയിക്കുന്നയാൾ ലോക ചാമ്പ്യനായി മാറും. കളി സമനിലയിൽ കലാശിച്ചാൽ ടൈ ബ്രേക്കുകൾ നാളെ നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ SC ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC എതിരില്ലാത്ത ഒരു ഗോളിന് ഹൈദരാബാദ് FCയെ തോൽപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി സംഘടിപ്പിക്കുന്ന സർവ്വഭാഷാ കവി സമ്മേളനത്തിൽ മലയാളത്തിൽ നിന്നും കവി മാധവൻ പുറച്ചേരി പങ്കെടുക്കും. ജനുവരി 19-ന് മുംബൈയിലാണ് കവി സമ്മേളനം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിലൂടെ രാജ്യത്തെ ആഭ്യന്തര ഉത്പാദന നിരക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. വൈക്കം സത്യാഗ്രഹം ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പ്രചോദനം പകരുന്നതാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ചൂഷണങ്ങൾക്ക് കുട്ടികൾ വിധേയരാകുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. കാനനപാത വഴി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.